പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി തുടർന്ന്. പ്രശാന്ത്, ഇനിയുള്ള നിയമ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ദേവസ്വമിന്റെ ഭാഗത്തുള്ള അഭിപ്രായം വരുന്നു. ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പേരിനെങ്കിലും മറ്റൊരു നിലപാടുള്ള സാധ്യതയും സാഹചര്യവും ഈ സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ മലക്കം മറിയുമ്പോൾ ദേവസ്വം ബോർഡ് ശബരിമല ആചാരവും അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒപ്പം നിൽക്കേണ്ട ഒരു സ്ഥാപനമാണ്. ശബരിമല ആചാരം അനുഷ്ഠാനം എല്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സ്ഥാപനമാണ്. അല്ലെങ്കിൽ ശബരിമല അല്ല, ഏതൊരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കേണ്ട സ്ഥാപനമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് അത്തരം ഒരു നിലപാടെടുത്തു. നേരത്തെ അത്തരം ഒരു മലക്കം മറിച്ചിൽ വന്നതുകൊണ്ട് തന്നെയാണ് അന്ന് ഇത് വലിയ ചർച്ചയായതും സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പം രാഷ്ട്രീയ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു, വളരെ ക്ലിയർ ആക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി 2 പ്രമേയവും പാസ്സാക്കി ഇനി സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കും. പക്ഷേ ഇനിയിപ്പോൾ ഏറ്റവും പ്രസക്തം സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? സർക്കാരിന് ഒരു നിലപാടെടുത്തേ മതിയാകൂ. കാരണം മാർച്ച് മാസം 15-ാം തീയതി കോടതിയിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നേരിട്ട് യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന് ദേവസ്വം ബോർഡ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നോ എതിർക്കുന്നോ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം കൂടിയാണിത്. കാരണം ഈ സുപ്രീം കോടതിയിലെ ഈ വിധി വന്ന ശേഷം, ഈ പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട കേസ് വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിന് വേണ്ടി വിശദീകരിച്ച നിയമമന്ത്രിയെല്ലാം അതിൽ ഒരു ഒഴുക്കം മട്ടിലുള്ള നിലപാട് സ്വീകരിച്ച് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ ഇതിലൊരു വളരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട് സ്വീകരിച്ചല്ലോ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കാൻ സാധിക്കില്ല. യുവതീ പ്രവേശത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നു, അനുകൂലിക്കുന്നു. ദേവസ്വം ബോർഡ് ഉത്തരം വ്യക്തമാക്കിയിരിക്കുന്നു, യുവതീ പ്രവേശത്തെ എതിർക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, അത് ദേവസ്വം മന്ത്രിയാണെങ്കിലും നിയമമന്ത്രിയാണെങ്കിലും വിശദീകരിക്കേണ്ടി വരും. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന പാർട്ടി നിലപാടിന്റെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം തീർച്ചയായും ദേവസ്വം ബോർഡ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നത്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. ദേവസ്വം ബോർഡിൽ CPM-ന്റെ ഒരു പ്രതിനിധി, ശരിക്ക് CPM-ന്റെ 2 പ്രതിനിധി, ഒന്ന് പ്രസിഡന്റും ഒരു അംഗവും എന്ന നിലയിൽ വരേണ്ടതാണ്. പക്ഷേ ഇത്തവണ K. Jivkumar IAS-നെ പോലൊരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനെ, ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെയാണ് ഇത്തവണ നിയമിച്ചത്. അപ്പോൾ ദേവസ്വം ബോർഡ് ഒരു നയപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും സർക്കാരിന്റെ കൂടി ഒരു നിലപാട് അറിഞ്ഞ ശേഷം മാത്രമാകും എന്ന് തന്നെ വേണം നാം വിശ്വസിക്കാൻ. കാരണം ദേവസ്വം ബോർഡിന്റെ ഒരംഗം സന്തോഷ് കുമാർ, അദ്ദേഹം CPM-ന്റെ പ്രതിനിധിയാണ്. ഒരംഗം K. രാജു, മുൻ മന്ത്രി CPI-യുടെ പ്രതിനിധിയാണ്. അപ്പോൾ മുന്നണിയിൽ ഇത്തരത്തിലൊരു അഭിപ്രായ സമന്വയത്തിന് ശേഷം മാത്രമാകണം തീർച്ചയായും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനം സുപ്രീം കോടതിയിൽ അറിയിക്കാൻ. സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉള്ളത്. K. Jivkumar സർക്കാരിന്റെ നോമിനിയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണല്ലോ അദ്ദേഹത്തെ, ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ ആ പദവി ഏൽപ്പിച്ചതും. അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ, പ്രതിസന്ധി കാലത്ത് കൂടിയാണല്ലോ. അപ്പോൾ അല്പം പുരോഗമനം കുറഞ്ഞാലും കുഴപ്പമില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തെ മറികടക്കലാണ് പ്രധാനം എന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡ് എത്തുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ? ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ ഇക്കാര്യം പരിഗണിക്കപ്പെടാനും സർക്കാർ നിലപാട് വ്യക്തമാക്കാനും പോകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ പ്രശാന്ത്. രതീഷ്, കഴിഞ്ഞ ഒരു 4-5 വർഷത്തിലധികമായി ശബരിമലയിൽ ഇപ്പോൾ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ല. കാരണം ഈ 2018 വിധി വന്നതിന് ശേഷം യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ തിടുക്കത്തിൽ ചെയ്ത നീക്കങ്ങൾ, അതിനുശേഷം ഉണ്ടായ 2019 തിരിച്ചടി, ഇതിനുശേഷം ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം CPM-ന്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു തീക്കളിക്ക് മുതിർന്നിട്ടില്ല എന്നത് വാസ്തവമാണ്. അപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ യുവതികൾ കയറുന്നോ ഇല്ലയോ എന്നൊരു വിഷയം അവിടെ ഇല്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരു നിലപാട് സർക്കാരിന് പറയേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ മന്ത്രിമാരുടെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. തീർച്ചയായും ഇതിലൊരു പ്രതികരണങ്ങൾ വരും. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മലക്കമറിച്ചിൽ അത് വളരെ രാഷ്ട്രീയമായ, അതായത് 2019 യുവതീ പ്രവേശന വിധിക്ക് ശേഷം സർക്കാർ സ്വീകരിച്ച നിലപാടിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ്. പ്രത്യേക തെക്കൻ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ തിരിച്ചടിയുണ്ട്, തെക്കൻ കേരളത്തിലും തിരിച്ചടിയുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിലെ സാഹചര്യത്തെ പ്രത്യേകമായി തന്നെ CPM പിന്നീട് വിശദീകരിച്ചതാണ്. പരമ്പരാഗതമായി CPM-ന്റെ വോട്ട് ബേസിലേക്ക്
BJP കടന്നു കയറി, അല്ലെങ്കിൽ BJP കടന്നു കയറി എന്നതിനപ്പുറത്തേക്ക് CPIന്റെ വോട്ട് ബേസ് BJPയിലേക്ക് പോയി. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പ് ഘട്ടം വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലയിൽ അതിനെ മറികടക്കാൻ കഴിയും, വിശ്വാസികൾക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചാൽ എന്നൊരു വിലയിരുത്തലുണ്ടോ ഈ തീരുമാനത്തിന് പിന്നിൽ? അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കണം. കാരണം 2019 തിരിച്ചടിക്ക് ശേഷം വീടുകൾ കയറി തന്നെ CPM ഇക്കാര്യത്തിൽ വിശ്വാസികളെ വിശദീകരിച്ചിരുന്നു. കാരണം CPMനൊപ്പം നിൽക്കുന്ന അടിസ്ഥാന വോട്ട് എന്നത് ബഹുഭൂരിപക്ഷവും ഹിന്ദു സമുദായ വോട്ടുകളാണ്. അപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ അകലുന്നു എന്നത് CPMനെ സംബന്ധിച്ച് ആശങ്ക വരുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികളായ ഒരുപാട് പേർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM വീടുകൾ കയറി സമ്പർക്ക പരിപാടിയിലൂടെ നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ ആ കാര്യം കൂടുതൽ വ്യക്തമാക്കേണ്ടത് ശബരിമലയിൽ യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നില്ല എന്നൊരു നിലപാട് ദേവസ്വം ബോർഡ് എടുക്കേണ്ട കർശനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ നിൽക്കുന്നു. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ, വാസു പോലുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾ അവർ സംസ്ഥാന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി, പിന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ശബരിമല അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വേദനയുണ്ടാക്കുന്ന ഒരു അവസരത്തിൽ യുവതീ ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിലപാട് വിശദീകരിച്ച് അത് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാട് വിശദീകരിക്കാൻ കിട്ടിയൊരു അവസരം കൂടിയാണ് ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലപാട് അറിയിക്കുക എന്ന സാഹചര്യം. അത് ദേവസ്വം ബോർഡിലൂടെ അതിപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായും സംസ്ഥാന സർക്കാരും അതേ നിലപാടിലേക്ക് തന്നെ പോകുന്നു. അങ്ങനൊരു നിലപാട് മാറ്റം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ വലിയ മലക്കം മറിച്ചിലാണ് ഇടത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ചെറിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമല്ല. കാരണം മാറി മാറി വന്ന LDF സർക്കാരുകൾ, UDF സർക്കാരുകൾ കൊടുത്ത ശബരിമല യുവതീ പ്രവേശത്തെ എതിർക്കുന്ന നിലപാട് മാറ്റി യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒടുവിലാണ് ശബരിമല യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നുകൊണ്ട് അല്ലെങ്കിൽ യുവതീ പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള 2018 സുപ്രീം കോടതി വിധി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച കാലങ്ങളായി ഇടത് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് വ്യത്യസ്തമായി സുപ്രീം കോടതിയിൽ പിണറായി സർക്കാർ യുവതീ പ്രവേശ വിധിയെ എതിർത്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് വലിയ വലിയ തീരുമാനം തന്നെയായിരിക്കും. കാരണം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന തീരുമാനം തന്നെയായിരിക്കും. കാരണം എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണ് യുവതീ പ്രവേശത്തെ പിന്തുണച്ചത്, അതിൽ നിന്നെല്ലാമുള്ള മലക്കം മറിച്ചിലായിരിക്കും. കാരണം ഇത് നവോത്ഥാനത്തിൻ്റെ പേരിലും സാമൂഹ്യനീതിയുടെയും തുല്യതയുടെയൊക്കെ പേരിലാണ് അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് യുവതീ പ്രവേശത്തിന് വേണ്ടി വാദിക്കുകയും ശബരിമലയിൽ യുവതീ പ്രവേശത്തിനുള്ള വഴിയൊരുക്കുകയും ചെയ്തത്. അപ്പോൾ മാത്രമല്ല നമുക്കറിയാം തിരുവനന്തപുരം കാസർഗോഡ് വരെ വനിതാ മതിൽ കെട്ടുകയും അതിൻ്റെ അടുത്ത ദിവസം 2 യുവതികളെ അവിടെ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഒരു നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കാട്ടിയ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തിലേക്കെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ഈ നിലപാടിൽ നിന്നെല്ലാം തന്നെ മലക്കം മറിയുമ്പോൾ ഒരു വലിയ യൂട്ടേണിലേക്ക് മാറുമോ എന്നതാണ് ഏറ്റവും കൗതുകകരമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം. അതിൻ്റെ ആദ്യപടി എന്ന് വേണം ദേവസ്വം ബോർഡ് നിലപാട് തിരുത്തിയിരിക്കുന്നു. കാരണം 2020 ഈ വിഷയം സുപ്രീം കോടതിയിൽ ഈ പുനഃപരിശോധന ഹർജിയുമായി ബന്ധപ്പെട്ട വാദം നടന്ന അവസരത്തിൽ അന്ന് ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ വാദിച്ച ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി ഞാൻ ഇവിടെ ഉന്നയിക്കാം. അതായത് എല്ലാ വ്യക്തികൾക്കും മതത്തിൽ തുല്യ അവകാശമുണ്ട്, അയ്യപ്പ വിശ്വാസികൾ പ്രത്യേക വിഭാഗമല്ല, ഭരണഘടനാ ധാർമ്മികത സംബന്ധിച്ച ബെഞ്ചിൻ്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നു, എല്ലാ ആചാരങ്ങളും ഭരണഘടനയ്ക്ക് അനുസൃതമാകണം, കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്, വനിതകൾക്ക് എല്ലാ മേഖലയിലും അവസരമുണ്ടാകണം. ഇതൊക്കെയാണ് 2020 ഫെബ്രുവരി മാസം സുപ്രീം കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ യുവതീ പ്രവേശ വിധി പുനഃപരിശോധിക്കേണ്ട എന്ന വാദം നിരത്താനായി ഉന്നയിച്ചത്. അതേ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ 2026 മാർച്ച് മാസമാകുമ്പോൾ നിലപാട് മാറ്റുന്നത്. യുവതീ പ്രവേശ വിധി 2018 യുവതീ പ്രവേശ വിധിയെ തന്നെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. അതിനെതിരായ നിലപാടാണ് ദേവസ്വം ബോർഡിനുള്ളത് എന്നത് പറയുന്നത് ഇടത് സർക്കാർ തന്നെ നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡ് ഭരണകൂടമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മലക്കം അറിയുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഈ തീരുമാനം ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.